നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇത് ഇപ്പൊ കഴിഞ്ഞ LDC പരീക്ഷയുടെ, അതായത് ഈ ശനിയാഴ്ച കഴിഞ്ഞ LDC പരീക്ഷയുടെ ഒരു അനാലിസിസ് ആണ്. LDC പത്തനംതിട്ട, കാസർഗോഡ്, പിന്നെ തൃശ്ശൂർ. ഇപ്പോൾ എക്സാമിന്റെ ഒരു അനാലിസിസ് മാത്രമല്ല, ഒരു കട്ട് ഓഫിന്റെ ഒരു പ്രഡിക്ഷൻ. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ അങ്ങനെ മാത്രം എന്ത് ചെയ്യാൻ കാണോ. അപ്പൊ എക്സാം കഴിഞ്ഞ് ഒരു 2 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു അനാലിസിസ് വീഡിയോ വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ഡേറ്റ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. ഒന്ന്, അവിടെ എക്സാം എഴുതിയ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ, പിന്നെ അവരുടെ സുഹൃത്തുക്കളുടെ ഒരു എക്സ്പീരിയൻസ്, അവരുടെ എത്ര മാർക്ക് അവർക്കുണ്ട്, മാത്രമല്ല ആ ജില്ലകളിലെ പ്രധാനപ്പെട്ട കോച്ചിങ് സെന്ററുകളിൽ ആ പിള്ളേരുടെ നിലവാരം എങ്ങനെയുണ്ട്, അങ്ങനെ എല്ലാം ഒന്ന് അന്വേഷിക്കാനായിട്ട് ഒരു 2 ദിവസം സമയം എടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ അങ്ങനെ മാത്രം എന്ത് ചെയ്യാമോ, നിങ്ങൾ കാണാവൂ. അപ്പൊ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, എല്ലാവരും പറഞ്ഞ എങ്ങനെയാണ് എക്സാം ഭയങ്കര എളുപ്പമാണ്, എക്സാം ഭയങ്കര എളുപ്പമാണ്, അങ്ങനെയൊക്കെയാണ് എല്ലാവരും എന്ത് ചെയ്ത് പറയുന്നത്. അതായത് തിരുവനന്തപുരത്തെക്കാളും എക്സാം എളുപ്പമാണ്. പക്ഷേ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത്ര എളുപ്പമായിട്ടൊന്നും എന്ത് ചെയ്തില്ല, തോന്നിയില്ല. അത്യാവശ്യം നല്ല റേഞ്ചുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. മാത്രമല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും അധികം നെഗറ്റീവ് മാർക്ക് വരാൻ ചാൻസ് ഉള്ള എക്സാം ഏതാണ്? ഇപ്പൊ കഴിഞ്ഞ ഈ LDC പരീക്ഷയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് 3 ഘട്ടങ്ങളിലായിട്ടാണ് LDC പരീക്ഷ കഴിഞ്ഞത്. ഒന്ന് തിരുവനന്തപുരം, 2 കൊല്ലം, കണ്ണൂർ, മൂന്നാമത്തേത് ഇപ്പൊ കഴിഞ്ഞ എക്സാം. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും പാടുള്ള എക്സാം ഒരു ഡൗട്ടും ഇല്ല, കൊല്ലം കണ്ണൂർ തന്നെയാണ്. അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരം, പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ കഴിഞ്ഞ LDC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ഏതാണ്ട് ഒരേ റേഞ്ചിലാണ് നിൽക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം പറയാനുണ്ട്, കുറച്ചും കൂടെ ഒരു നെഗറ്റീവ് മാർക്ക് കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ്? ഞാൻ നടന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് ആദ്യം തന്നെ ഈ ഒരു അനാലിസിസ് തുടങ്ങും മുമ്പ് മനസ്സിലാക്കുക, ഇപ്പോ എക്സാം കഴിഞ്ഞ ജില്ലകളിൽ പ്രധാനപ്പെട്ട 2 ജില്ലകൾ, ഒന്ന് പത്തനംതിട്ട, രണ്ടാമത്തേത് കാസർഗോഡ്. അപ്പൊ ഈ 2 ജില്ലകളെ നോക്കുകയാണെങ്കിൽ ഇവിടെ അഡ്വൈസ് വളരെ കുറച്ച് മാത്രമേ എന്ത് പോകത്തുള്ളൂ. മെയിൻ ലിസ്റ്റിൽ ആൾക്കാർ എന്താണ്, കുറവാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഈ ഒരു കട്ട് ഓഫിനെ നമ്മളൊന്ന് സമീപിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണ്. എന്നാലും കഴിഞ്ഞ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ലിസ്റ്റ് നമുക്ക് നോക്കാം. സോ കഴിഞ്ഞ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നോക്കാം, ഇതിനകത്ത് 3 ജില്ലകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഒന്നാമത്തേത് നമ്മുടെ പത്തനംതിട്ട, രണ്ടാമത്തേത് തൃശ്ശൂർ, മൂന്നാമത്തേത് കാസർഗോഡ്. അപ്പൊ ഈ 14 ജില്ലകളിലും കഴിഞ്ഞ LDC പരീക്ഷയുടെ പ്രത്യേകത, 14 ജില്ലകളിലും ഒരൊറ്റ ദിവസമാണ് എക്സാം നടന്നത്. മെയിൻസിന്റെ പരീക്ഷ ഒരൊറ്റ ദിവസമായിരുന്നു. 14 ജില്ലയിലും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ദിവസം നടന്ന പരീക്ഷ. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏകദേശം ഒരു ധാരണ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൃത്യമായിരിക്കത്തില്ല, കാര്യം അന്നൊക്കെ ആണെങ്കിൽ എല്ലാവരും അവരവരുടെ ജില്ല തന്നെ വെക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇപ്പോൾ ചില മാറ്റങ്ങൾ ബാക്കിയെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട 53 കട്ട് ഓഫ് വന്നു, തൃശ്ശൂർ ആണെങ്കിൽ 55.33 കട്ട് ഓഫ് വന്നു, കാസർഗോഡ് ആണെങ്കിൽ 51.33 കാസർഗോഡ് കട്ട് ഓഫ് വന്നത്. മാത്രമല്ല, ഇപ്പോ നമുക്ക് ബാക്കിയുള്ള ജില്ലകളിലെ കുറെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ജില്ലകളിൽ പോയിട്ട് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. നമ്മൾ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ അത്യാവശ്യം വലിയ റാങ്ക് ലിസ്റ്റ് ആണ്. അതായത് തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 1039 പേര് ഉൾക്കൊള്ളുന്ന ഒരു മെയിൻ ലിസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് പത്തനംതിട്ടയാണെങ്കിൽ വെറും 571 പേര് മാത്രമേ മെയിൻ ലിസ്റ്റിനകത്തുള്ളൂ. കാസർഗോഡ് ആണെങ്കിൽ 530 പേര് മാത്രമേ മെയിൻ ലിസ്റ്റിനകത്തുള്ളൂ. അതായത് മെയിൻ ലിസ്റ്റിന്റെ എണ്ണം 2 ജില്ലകളിൽ കുറവാണ്, വളരെ കുറവാണ്. ഒരു ജില്ലയിൽ ഓക്കെ ഉണ്ട്, അത്യാവശ്യമുണ്ട്, 1039 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ കഴിഞ്ഞ പരീക്ഷകളിൽ ഇതുവരെ എത്ര അഡ്വൈസ് പോയെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. സോ നോക്കാം, ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പത്തനംതിട്ട ജില്ലയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പത്തനംതിട്ട ജില്ല. അപ്പൊ ഇവിടെ ആ ലിസ്റ്റിനകത്ത് ഇതുവരെ അഡ്വൈസ് പോയത് 452 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പോയത്. ടോട്ടൽ അഡ്വൈസ് ആണ്. ഇപ്പൊ ടോട്ടൽ അഡ്വൈസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓപ്പൺ കോമ്പറ്റീഷനും ബാക്കിയുള്ള മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അപ്പൊ അതിനകത്ത് 258 അഡ്വൈസ് ആണ് ഓപ്പൺ കോമ്പറ്റീഷനകത്ത് ഇതുവരെ പോയത്, വെറും 258. മനസ്സിലാക്കുക, മെയിൻ ലിസ്റ്റിനകത്ത് പത്തനംതിട്ട നോക്കുകയാണെങ്കിൽ 571 പേരുണ്ട്. അതിനകത്ത് 258 പേര് എന്ന് വെച്ചാൽ പകുതി പോലും എന്ത് ചെയ്തിട്ടില്ല, ഓപ്പൺ കോമ്പറ്റീഷനിൽ പോയിട്ടില്ല. ഓക്കെ, ഇനിയും ഈ റാങ്ക് ലിസ്റ്റിന് 11 മാസം എന്തുണ്ട്, 11 മാസം കാലാവധി ഉണ്ട്. അതായത് നിയമനം കുറവാണ്. ഇനി 11 മാസത്തിൽ എന്ത് ചെയ്യാം, കൂടാം, നമുക്കൊരു പ്രതീക്ഷ വയ്ക്കാം. ഓക്കെ, അപ്പൊ അതുപോലെയാണ് നമ്മൾ കാസർഗോഡ് നോക്കുകയാണെങ്കിൽ കാസർഗോഡിന്റെ മെയിൻ ലിസ്റ്റിനകത്ത് എത്ര ആൾക്കാരുണ്ട്, 530 ആൾക്കാരുണ്ട്. കണ്ടായിരുന്നു, 530 ആൾക്കാർ. അപ്പൊ അവിടെ എത്ര അഡ്വൈസ് ആണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ പോയത്? 150 അഡ്വൈസ് ആണ് ആകെ പോയത്. അതായത് വെറും 150 പേർക്ക് മാത്രമേ ഓപ്പൺ കോമ്പറ്റീഷൻ എന്ത് ചെയ്തിട്ടുള്ളൂ, അഡ്വൈസ് പോയിട്ടുള്ളൂ.
ക്ലിയർ ആണ്. ടോട്ടൽ അഡ്വൈസ് 253 പോയി. പക്ഷേ ഓപ്പൺ കോമ്പറ്റീഷൻ ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ 150 മാത്രമേ പോയിട്ടുള്ളൂ. ഈഴവയാണെങ്കിൽ 152. SC ആണെങ്കിൽ സപ്ലൈ ലിസ്റ്റ് ചെയ്യുന്ന 5 പേര് എടുത്തിട്ടുണ്ട്. ST ആണെങ്കിൽ സപ്ലൈ ലിസ്റ്റ് ചെയ്യുന്ന 4 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. മുസ്ലിം ആണെങ്കിൽ 278 വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. LC ആണെങ്കിൽ അത് കഴിഞ്ഞ് 3 സപ്ലൈ ലിസ്റ്റിൽ വരുന്നത്. OBC ആണെങ്കിൽ 150 ഓക്കെ. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, അഡ്വൈസ് കാസർഗോഡും എന്താണ് കുറവാണ്, പത്തനംതിട്ടയും എന്താണ് കുറവാണ്. ഇനി തൃശ്ശൂരിന്റെ കേസിലേക്ക് വരുമ്പോൾ തൃശ്ശൂരും തമ്മിൽ ഭേദം തൊമ്മനാണ്, അങ്ങനെ പറയാം നമുക്ക്. കാര്യം അത്യാവശ്യം അഡ്വൈസ് നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു മെയിൻ ലിസ്റ്റ് വലിയ ലിസ്റ്റ് ആണെങ്കിലും ഓപ്പൺ കോമ്പറ്റീഷനിൽ ഇതുവരെ തന്നെ 429 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, എക്സാം അനാലിസിസ് വരാം. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. 2 ജില്ലകളിൽ വളരെ കുറച്ച് മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, നിയമനം നടക്കത്തുള്ളൂ. ഒരു ജില്ലയിലാണെങ്കിൽ തൃശ്ശൂരിലാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നിയമനം നടക്കും. അത്യാവശ്യം തമ്മിൽ ഭേദത്വം അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കുക, കഴിഞ്ഞ എക്സാം നോക്കുകയാണെങ്കിൽ ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ നമുക്ക് പുറത്തു നിന്ന് കാണുന്നവർക്കെല്ലാം പുറത്ത് ഈ എക്സാം ഭയങ്കര എളുപ്പമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പുറത്തു നിന്ന് കണ്ടവരാണ്. അതായത് എഴുതിയ ഒരു കുട്ടിയും ഭയങ്കര എളുപ്പമൊന്നും എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. അഥവാ ഒരു കുട്ടി എക്സാം എളുപ്പമാണെന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടി എക്സാം കഴിഞ്ഞിറങ്ങുന്ന ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പറയത്തുള്ളൂ. എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ എല്ലാവരോടും ചോദിച്ചാലും പറയും എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷേ വീട്ടിൽ വന്ന് ഒന്നിപ്പോൾ ഒരു കുട്ടിക്ക് 75 മാർക്ക് എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ ഉണ്ടെന്ന് ആ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് കാണും. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു എന്ത് ചെയ്യും, ഒരു 10-15 ക്വസ്റ്റ്യൻസ് അങ്ങ് പോവും. അത് കഴിഞ്ഞ പ്രൊഫഷണൽ ആൻസർക്കും കൂടെ വരുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഒരു 5 മാർക്കും കൂടെ പോവും. ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ പിന്നെ ഡിലീഷനൊക്കെ എത്രയാണെന്ന് തമ്പുരാന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം എല്ലാവർക്കും എല്ലാ എക്സാമും എന്ത് തന്നെയാണ്, എളുപ്പം തന്നെയാണ്. വീട്ടിലിരുന്ന് എഴുതുന്നവർക്കും എല്ലാവർക്കും എല്ലാ എക്സാമും എന്ത് തന്നെയാണ്, എളുപ്പം തന്നെയാണ്. എല്ലാവർക്കും അവരവർ എഴുതിയ എക്സാം മാത്രം ഭയങ്കര പാടും, ബാക്കിയുള്ള എക്സാം എന്തെങ്ങനെയാണ്, ഭയങ്കര എളുപ്പമാണ്. അതാണ് എല്ലാവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് 10 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം ഈ വന്ന പരീക്ഷയിൽ ഏറ്റവും എളുപ്പം ഇംഗ്ലീഷാണ്. 10 ക്വസ്റ്റ്യൻ വന്നു. അതിനകത്ത് ഒരു കുട്ടിക്ക് 7 മാർക്ക് വരെ എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും. ആ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞ് മാത്സ് നോക്കുകയാണെങ്കിൽ മാത്സ് പാടാണ്. 10 ക്വസ്റ്റ്യൻ വന്നു. മാത്സ് നല്ലോണം പഠിക്കുന്നവർക്ക് എളുപ്പമാണ്. പക്ഷെ ഒരു ആവറേജ് ആളെ നോക്കുകയാണെങ്കിൽ പാടാണ്. ഒരു കുട്ടിക്ക് 6 മാർക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. 6 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് മലയാളം നോക്കുകയാണെങ്കിൽ മലയാളം അത്യാവശ്യം കുഴപ്പമില്ല, ആവറേജ് ആണ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. 10 ക്വസ്റ്റ്യൻസ് വന്നു. അവിടെ 6 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നോക്കുകയാണെങ്കിൽ ഇതിന് 3നും കൂടെ ഒരു കുട്ടിക്ക് ശരാശരി പഠിക്കുന്ന ഒരു കുട്ടിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? 6 + 6 12, 12 + 7 എത്രയാണ്? 19 മാർക്ക് എന്ത് ചെയ്യാം, ഇതിന് 3നും കൂടെ സ്കോർ ചെയ്യാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ജോഗ്രഫി നമ്മൾ നോക്കുകയാണെങ്കിൽ ജോഗ്രഫി കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്തിട്ട് 6 മാർക്കിനാണ് ജോഗ്രഫി വന്നത്. കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്ത് 6 മാർക്കാണ്. അപ്പൊ ജോഗ്രഫി ഇതിനകത്ത് പകുതി ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു, പകുതി ഒരു ക്വസ്റ്റ്യൻ ഓക്കെ എബോവ് ആവറേജ് ആയിരുന്നു, അങ്ങനെ പറയാം. ബാക്കി 2 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് ഒരു കുട്ടിക്ക് 4 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. 4 മാർക്ക് ഒരു നോർമൽ ആവറേജ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് കഴിഞ്ഞ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് ഹിസ്റ്ററി എന്ന് വന്നത്. അവിടെ 4 മാർക്ക് ഒരു ശരാശരി പഠിക്കുന്ന കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്കോർ ചെയ്യാൻ പറ്റണം. പറ്റിക്കാണും, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ എക്കണോമിക്സ് വന്നിട്ട് കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്തിട്ട് 7 മാർക്കാണ് എക്കണോമിക്സ് കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്ത് വന്നത്. അവിടെ ഒരു ശരാശരി പഠിക്കുന്ന ഒരു കുട്ടിക്ക് 5 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റണം. കാര്യം ഒരു ക്വസ്റ്റ്യൻ മാത്രമേ എന്തുള്ളൂ, പാടുള്ളൂ, ബാക്കിയൊക്കെ അത്യാവശ്യം എളുപ്പമാണ്. ഓരോരുത്തരുടെ വീക്ഷണകോണത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ 7 ക്വസ്റ്റ്യൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷന് വന്നത്. വലിയ പാടുള്ള ക്വസ്റ്റ്യൻ ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു 5 മാർക്കോ അല്ലെങ്കിൽ 4 മാർക്കോ എന്ത് ചെയ്യാം, അവിടെ ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റണം. അത് കഴിഞ്ഞ് കേരള ഗവർണൻസ് നോക്കുകയാണെങ്കിൽ കേരള ഗവർണൻസ് വന്നിട്ട് കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്ത് 7 മാർക്കാണ് വന്നത്. അവിടെ 4 മാർക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതെന്ത് ചെയ്യണം, എല്ലാവർക്കും സ്കോർ ചെയ്യാൻ, എല്ലാവർക്കും അല്ല, ഒരു ഒത്തിരി പഠിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് കഴിഞ്ഞ് ബയോളജി നോക്കുകയാണെങ്കിൽ ബയോളജി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 8 ക്വസ്റ്റ്യൻസ് വന്നു. കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്തിട്ട് 8 ക്വസ്റ്റ്യൻ, 7+1. അവിടെയും ഒരു കുട്ടിക്ക് 5 മാർക്ക് എന്ത് ചെയ്യണം, കിട്ടണം. ഓക്കെ, അത് കഴിഞ്ഞ് ഫിസിക്സ് നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്തിട്ട് 5 മാർക്കാണ് വന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 മാർക്ക് അല്ലെങ്കിൽ ഒരു 3 മാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കുട്ടിക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ കെമിസ്ട്രിയും 4 ക്വസ്റ്റ്യനും ഒരു കറണ്ട് അഫയേഴ്സും ചേർത്ത് 5 ക്വസ്റ്റ്യനാണ് വന്നത്. കെമിസ്ട്രി പാടാണ്, എന്നാൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് നോക്കുകയാണെങ്കിൽ ഒരു 3.3 മാർക്കൊക്കെ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. ശരാശരി പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. അത് കഴിഞ്ഞ് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആണെങ്കിൽ എന്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്തൊക്കെ ക്വസ്റ്റ്യൻ ആയിരുന്നു അതിനകത്ത് കയറി വന്നത്. ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ കിളിയൻ മൂവി ഇതൊക്കെ തമ്പുരാൻ ഇതൊക്കെ ഇവിടെ നിന്ന് ഇവരെടുത്തുകൊണ്ട് വന്നു. ആ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ് മൊത്തം വന്നത്. നല്ല
ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ, പഠിക്കുന്ന ഒരുപാട് നല്ല വായിക്കുന്ന ഒരു കുട്ടിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ ഒരു 70% ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ, നല്ല പാടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്തിട്ട് 7 മാർക്കിനാണ് വന്നത്. ഒരു 3 മാർക്കെങ്കിലും മിനിമം അവിടെ എന്ത് ചെയ്യാൻ പറ്റണം, സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. അത് കഴിഞ്ഞ് IT നോക്കുകയാണെങ്കിൽ IT എളുപ്പമായിരുന്നു. 4 ക്വസ്റ്റ്യന് പിന്നെ ഒരു കറണ്ട് അഫയേഴ്സും കൂടി ചേർത്ത് 5 ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഒരു 5 ക്വസ്റ്റ്യനിൽ 4 മാർക്കൊക്കെ സാധാരണ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. അത് കഴിഞ്ഞ് സുപ്രധാന നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ എളുപ്പമായിരുന്നു. കാര്യം നമ്മുടെ സിലബസിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് തന്നെയാണ്. അപ്പൊ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 7 ക്വസ്റ്റ്യൻ ആണ് വന്നത് കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്തിട്ട്. അവിടെ 5 മാർക്ക് ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. ആവറേജ് പഠിച്ചൊരു കുട്ടിക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ ശരാശരി പഠിച്ചൊരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരാശരി പഠിച്ചൊരു കുട്ടിക്ക് എല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ 7+6+6+ അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ ഒരു 65 മാർക്കൊക്കെ എന്ത് ചെയ്യാം, മേടിക്കാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ഇപ്പൊ പുറത്ത് നോക്കുമ്പോഴാണ് എനിക്ക് ഇത്രയും മാർക്കൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പൊ ഇതിനേക്കാളും കൂടിയ മാർക്ക് മേടിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, ഇതിനേക്കാളും മാർക്ക് കുറഞ്ഞ ആൾക്കാരുണ്ട്. സോ ഞാൻ മൊത്തം ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ ഏറ്റവും അധികം ആൾക്കാർക്ക് വന്ന മാർക്കിന്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 50 മുതൽ 60 വരെ. ആ റേഞ്ചിനകത്താണ് കൂടുതലും ആൾക്കാർക്ക് മാർക്ക് വന്നേക്കുന്നത്, 50 മുതൽ 60 വരെ. എല്ലാ ജില്ലകളിലും ആ ഒരു റേഞ്ചാണ് മൊത്തം വന്നേക്കുന്നത്, 50 to 60. പക്ഷേ ഇത് പുറത്ത് നോക്കുമ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയൊക്കെ അവർക്ക് മേടിക്കാൻ പറ്റും. പക്ഷെ ഒരു എക്സാം സെന്ററിൽ ഇരിക്കുമ്പോൾ അവിടെ ആ ഒരു ടെൻഷനുണ്ട്. അവിടെ ആ ഒരു സമയം പേടി കാണാം, ടെൻഷൻ കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. പ്രത്യേകിച്ച് ഈ കോഡ് കിട്ടിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിലും, ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി കോഡാണ്. അപ്പോൾ ആദ്യമൊക്കെ വരുമ്പോൾ നെഗറ്റീവ് ഒക്കെ വരാൻ നല്ല ചാൻസുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇവിടെ ഇത്രയും മാർക്കൊന്നും ചിലപ്പോൾ മേടിക്കാൻ പറ്റിയില്ല എന്ന് വരാം. ചിലപ്പോൾ കൂടുതലായിട്ട് നല്ല മാർക്ക് മേടിച്ചവർ, ചിലപ്പോൾ അല്ല മാർക്ക് മേടിച്ചവരുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പരീക്ഷ ഒരു ശരാശരിക്ക് എഴുതുന്ന ഒരു കുട്ടിക്ക് വരേണ്ട മാർക്ക്. 60 to 65 ആ റേഞ്ചൊക്കെ എന്ത് ചെയ്യാം, വരാം. പക്ഷേ ഇവിടെ എല്ലാവർക്കും വേണ്ടത് എന്താണ്, PSCക്ക് വേണ്ടത് എന്താണ്? നമുക്ക് മാർക്ക് കുറഞ്ഞവരെ, അല്ലെങ്കിൽ മോർണിംഗ് ബാച്ചിൽ പഠിക്കുന്നവരോ ഈവനിങ് ബാച്ചിൽ പഠിക്കുന്നവരോ പഠിക്കാത്തവരോ, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ കൂടിയവരോ കുറഞ്ഞവരോ, അതൊന്നുമല്ല വേണ്ടത്. ആദ്യം വരുന്ന ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ ലിസ്റ്റിൽ വന്ന അത്രയും പേരുടെ, മെയിൻ ലിസ്റ്റ് അല്ല, ഇതുവരെ ജോലി കിട്ടിയ വളരെ കുറച്ച് ആൾക്കാർ. അപ്പൊ അത്രയും പേരെ മാത്രം എന്ത് ചെയ്താൽ മതി, PSCക്ക് മതി. അതായത് മാർക്ക് കൂടുതലുള്ള വളരെ കുറച്ച് ആൾക്കാരെ മാത്രം എന്ത് ചെയ്താൽ മതി, PSCക്ക് മതി. അപ്പൊ നമുക്ക് ഇത്രയും മാർക്കുണ്ട്, അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ PSCക്ക് എന്ത് ചെയ്താൽ മതി, PSCക്ക് നല്ല പഠിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരെ മാത്രം ഏത് ജില്ലകളിൽ മതി, നമ്മുടെ പത്തനംതിട്ട, പിന്നെ അത് കഴിഞ്ഞടുത്ത് കാസർഗോഡ് ജില്ലകളിൽ മതി. തൃശ്ശൂർ ആണെങ്കിലും ഒക്കെ കുഴപ്പമില്ല. അത്യാവശ്യം കുറച്ചും കൂടെ വലിയൊരു മെയിൻ ലിസ്റ്റ് വരും. മാത്രമല്ല അഡ്വൈസും എന്താണ് കൂടുതലാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവിടെ എൻ്റെ ഒരു നിഗമനം ഇങ്ങനെയാണ്. അതായത് ഒരു 57-നും അത് കഴിഞ്ഞ് 63-നും ഇടയ്ക്കുള്ള ഒരു കട്ട് ഓഫ് ആയിരിക്കും വരാനായിട്ട് ചാൻസ് വരുന്നത്. 57 to 63 എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ, 57 to 63. പക്ഷേ ഇത് കട്ട് ഓഫ് ആണ്, ഒരു 5% ഡിലീഷനിലെ കട്ട് ഓഫ് ആണ്. അതായത് ഒരു 5 ക്വസ്റ്റ്യനൊക്കെ ഡിലീഷൻ വരികയാണെങ്കിൽ 5% ഡിലീഷൻ, ചിലപ്പോൾ 4% ഡിലീഷൻ, 4 പറയാം, നമുക്ക് 4 ഫിക്സ് ആക്കാം. ഒരു 4% ഡിലീഷനിൽ വരുമ്പോൾ കട്ട് ഓഫ് റേഞ്ച് വരുന്നത് 57 to 63 ആകാനാണ് സാധ്യത വരുന്നത്. പക്ഷേ 2 ജില്ലകളുടെ കേസ് നോക്കുകയാണെങ്കിൽ, ഏതാണ് നമ്മുടെ പത്തനംതിട്ട, കാസർഗോഡൊക്കെ ആണെങ്കിൽ 1 മാർക്കും കൂടെ എന്ത് ചെയ്യാം, കുറയാം, 1 മാർക്ക് കുറയാം. തൃശ്ശൂർ ആണെങ്കിൽ ഈ റേഞ്ചൊക്കെ ആയിരിക്കും വരാനായിട്ട് ചാൻസ് വരുന്നത്. ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഞാൻ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ പറയുന്നത്, ഇത് കട്ട് ഓഫ് ആണ്, ഒരു റാങ്ക് ലിസ്റ്റിലെ കട്ട് ഓഫ് ആണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇതുവരെ ഞാൻ നോക്കുകയാണ്, ഇപ്പൊ ഇതുവരെ മാർക്ക് ഉള്ള ഒരേ ഒരു മെയിൻ ലിസ്റ്റ്, കഴിഞ്ഞ LDC പരീക്ഷയുടെ മാർക്ക് ഉള്ള ഒരേ ഒരു LDC ലിസ്റ്റ് തിരുവനന്തപുരം LDC ലിസ്റ്റാണ്. കൊല്ലത്തിന്റെ മാർക്ക് കുട്ടിയോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ 2 ജില്ലകൾ എടുക്കുകയാണെങ്കിൽ ഇതുവരെ കട്ട് ഓഫിനെക്കാളും 5 മാർക്ക്, 5.3 മാർക്ക് കൂടുതൽ കിട്ടിയ കുട്ടിക്ക് മാത്രമേ ഇതുവരെ എന്ത് പോയിട്ടുള്ളൂ, അഡ്വൈസ് പോയിട്ടുള്ളൂ. ഇതുവരെ 2 വർഷവും 1 മാസവുമായിട്ട് അഡ്വൈസ് പോയിട്ടുള്ളൂ. അപ്പോൾ മാർക്ക് കുറഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ ഇതിനേക്കാളും കട്ട് ഓഫിനെക്കാളും, ഈ പറഞ്ഞ കട്ട് ഓഫിനെക്കാളും ഒരു 4-5 മാർക്ക് ആ റേഞ്ചിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് കിട്ടും. കട്ട് ഓഫിനെക്കാളും ഒരു 4 മാർക്കൊക്കെ മേലോട്ട് കയറ്റി വെച്ചാൽ, അല്ലെങ്കിൽ ഒരു 3 മാർക്കൊക്കെ 3-3.5 മാർക്കെങ്കിലും മിനിമം കയറ്റി വെച്ചാൽ എന്ത് കിട്ടത്തുള്ളൂ, ജോലി കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് ഓപ്പൺ കോമ്പറ്റീഷൻ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ കട്ട് ഓഫിനെക്കാളും ഒരു 4 മാർക്കെങ്കിലും എന്ത് ചെയ്യാൻ പറ്റണം, കയറ്റി വെക്കാൻ പറ്റുന്ന കാര്യം. തിരുവനന്തപുരത്തിന്റെ കൊല്ലത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്ന് വരെ അഡ്വൈസ് കിട്ടിയ ആളെന്ന് പറഞ്ഞാൽ കട്ട് ഓഫിനെക്കാളും 5.3 മാർക്ക് കൂടുതൽ മേടിച്ച കുട്ടിക്ക് മാത്രമേ ഇതുവരെ എന്ത് പോയിട്ടുള്ളൂ, അഡ്വൈസ് പോയിട്ടുള്ളൂ, 2 വർഷവും 11 മാസമായിട്ട്. അപ്പോൾ നല്ല മാർക്കുള്ള ആൾക്കാരൊക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 70-ന് മേലെ മാർക്കുള്ള ആൾക്കാർ, ആ ഡിലീഷൻ കഴിഞ്ഞാൽ നമുക്ക് എന്തും പറയാൻ പറ്റത്തുള്ളൂ, അത് മറ്റൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ
എഴുതിയ എല്ലാവരും എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾ പരീക്ഷ കഴിഞ്ഞു, നിങ്ങൾ എഴുതി, ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത എക്സാംസിന് വേണ്ടി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അടുത്ത എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കാര്യം ഇതൊക്കെ ഡിലീഷൻ എത്ര വരും ആർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ, ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. കുറെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യത്തില്ല, മാർക്ക് പറയത്തില്ല. നല്ലോണം പഠിച്ച ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരു കോച്ചിങ് സെന്ററിലെ കേസ് നോക്കുകയാണെങ്കിൽ മൊത്തം എൽ ഡി സി എടുക്കുകയാണെങ്കിൽ 1,00,000-ത്തിലധികം ആൾക്കാർ അഡ്മിഷൻ ആയ കോച്ചിങ് സെന്ററുകളുണ്ട്. ഓഫ്ലൈൻ കോച്ചിങ് സെന്റർ നോക്കുകയാണെങ്കിൽ അവിടെയും നല്ലോണം അഡ്മിഷൻ ഉണ്ട്, നല്ലോണം പഠിക്കുന്ന പിള്ളേരുണ്ട്, പിള്ളേരെ കുത്തിയിരുത്തി പഠിക്കുന്ന സെന്ററുകളുണ്ട്. പിള്ളേർ കുറെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ക്വസ്റ്റ്യനൊക്കെ കട്ടൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ കുറെ പേര് എന്ത് ചെയ്യത്തില്ല, മാർക്ക് പറയത്തില്ല. ഈ മാർക്ക് കുറഞ്ഞ ആൾക്കാർ മാത്രമേ അവർക്കൊരു ടെൻഷൻ കാണത്തുള്ളൂ, എനിക്ക് കിട്ടുമോ കിട്ടത്തില്ല. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഒരു 50 മാർക്ക് കിട്ടിയ കുട്ടി അല്ലെങ്കിൽ 55 മാർക്ക് കിട്ടിയ കുട്ടി, ആ കുട്ടിക്ക് നല്ല ടെൻഷൻ കാണും, അപ്പോൾ എനിക്ക് കിട്ടുമോ കിട്ടത്തില്ല. അപ്പൊ അവര് എന്ത് ചെയ്യും, എല്ലാ ഒരു യൂട്യൂബിലും പോയിട്ട് ഇങ്ങനെ നോക്കും, അപ്പൊ എനിക്ക് കിട്ടുമോ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് വന്നു. അവർക്ക് മാത്രമേ എന്തുള്ളൂ, ടെൻഷനുള്ളൂ. അല്ലാതെ ഇപ്പൊ നല്ല മാർക്ക് കയറ്റി വെച്ച ആൾ അവർക്ക് ഒരു ടെൻഷനും ഇല്ല, അവർക്ക് നന്നായിട്ട് അറിയാം അവർക്ക് ജോലി കിട്ടും, ബാക്കിയെല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം. സോ ഈ റേഞ്ച് മാർക്ക് ഉള്ളവർ, അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞില്ലേ കട്ട് ഓഫിനെക്കാളും ഒരു 3 മാർക്ക് 4 മാർക്കെങ്കിലും കൂടുതലുള്ളവർക്ക് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, ഓപ്പൺ കോമ്പറ്റീഷനിലൊക്കെ ജോലി കിട്ടത്തുള്ളൂ. ജനറൽ കാറ്റഗറി ആണെങ്കിൽ പ്രത്യേകിച്ച് ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, അടുത്ത എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത് നിങ്ങൾ പരീക്ഷ കഴിഞ്ഞു, എഴുതി കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി അങ്ങോട്ട് ഏതൊക്കെ പരീക്ഷകൾ വരുന്നുണ്ട്, ഒന്ന് സെക്രട്ടേറിയറ്റ് OA വരുന്നുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും. അത് കഴിഞ്ഞ് ലാബ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും. പിന്നെ അത് കഴിഞ്ഞടുത്ത ഇത് രണ്ടും പ്രിലിംസ് എപ്പോൾ നടക്കും, ഇത് രണ്ടും പ്രിലിംസ് ആണെങ്കിൽ ഡിസംബറിൽ നടക്കും. മെയിൻസ് ആണെങ്കിൽ ഇതിന്റെ അടുത്ത വർഷം 2025 മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇതിന്റെ മെയിൻസ് നടക്കും. അപ്പോൾ സെയിം സിലബസ് ആണ്. ഇതിന്റെ മെയിൻസിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് OAയുടെയും ലാബ് അസിസ്റ്റന്റെയും മെയിൻ സിലബസ് എന്ന് പറഞ്ഞാൽ LDCന്റെ അതേ സിലബസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 60 മാർക്ക് മേടിക്കാൻ പറ്റിയെങ്കിൽ അടുത്ത എക്സാമിൽ ഒരു 4 മാസം കൂടെ കുത്തിയിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ മാർക്ക് 75 ആയിട്ട് മാറും. കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ബേസ് നന്നായിട്ട് അറിയാം. ഇനി എന്ത് ചെയ്താൽ മാത്രം മതി, കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നെഗറ്റീവ് വരുന്നതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടും. അടുത്ത എക്സാമിന് നല്ല മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഒരു കുട്ടിക്ക് 50 മാർക്കാണ് കിട്ടിയെങ്കിൽ ആ കുട്ടി നല്ലൊരു എഫേർട്ട് കൊടുത്താൽ അടുത്ത എക്സാം എന്ത് ചെയ്യാൻ പറ്റും, 75 മാർക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് CPOയുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, സബ് ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അടുത്ത വർഷമാണെങ്കിൽ വീണ്ടും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പഠിച്ച സാധനം തന്നെയാണ് അതിന്റെ സിലബസ്. ആ വരാൻ പോകുന്ന എല്ലാ എക്സാംസിന്റെ സിലബസ് എന്താണ്, ഏതാണ്ട് ഇത് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ സിലബസ് കുറെ പഠിച്ച് തീർത്തവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത എക്സാമിന് വേണ്ടി കുറച്ചും കൂടെ നല്ലൊരു അറ്റംപ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഇത് ഇവിടെ തീർന്നു, കട്ട് ഓഫ് എന്ത് തന്നെ വന്നാലും ഇതിവിടെ എന്ത് ചെയ്തു, തീർന്നു, ഇത് അവസാനിച്ചു. അപ്പോൾ നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത എക്സാമിന് നമുക്കൊരു കൺഫ്യൂഷൻ നമുക്ക് വരരുത്. ഓക്കെ, ഇത്ര മാർക്ക് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരരുത്. എനിക്ക് പരീക്ഷ നടക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, എനിക്ക് ജോലി കിട്ടിയിരിക്കും. ആ ഒരു കോൺഫിഡൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ വർക്ക് ചെയ്യുക. എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നെഗറ്റീവ് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഈ പരീക്ഷയ്ക്കൊക്കെ 19, 20 മാർക്കൊക്കെ നെഗറ്റീവ് മേടിച്ച ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യുക, അവരൊക്കെ നല്ലോണം ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്താൽ, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ അടുത്ത പരീക്ഷയ്ക്ക് കട്ട് ഓഫ് ഒക്കെ നെഗറ്റീവ് ഒക്കെ വളരെ കുറച്ചുകൊണ്ട് നല്ല മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറ്റി വയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ഒരുപാട് എക്സാംസ് വരികയാണ്, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അത് നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ ഒരൊറ്റ നോട്ടിഫിക്കേഷൻ, ഒരു ലാസ്റ്റ് ഡേറ്റോ, ഒരു കൺഫർമേഷൻ ഡേറ്റോ, ഒരു എക്സാമിന്റെയും, അതായത് SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, എന്ത് എക്സാം ആയാലും, പ്രധാനപ്പെട്ട എക്സാം ആയാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അടുത്ത ഒരു കട്ട് ഓഫ് അനാലിസിസ് ഞാൻ വരുമ്പോൾ ഇതിൽ മാർക്ക് കുറഞ്ഞ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു കോൺഫിഡൻസ് വേണം. അതായത് ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റ് OAയുടെ ജീവനോടുണ്ടെങ്കിൽ സത്യത്തിൽ ഓക്കെ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റ് OAയുടെ അടുത്തൊരു അനാലിസിസ് വരാം, അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റ് അടുത്തൊരു അനാലിസിസ് വരാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരു അനാലിസിസ് വരാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ചിരി മാത്രമേ അന്ന് വരാം. കാര്യമെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അന്ന് എഴുതിക്ക് എൻ്റെ മാർക്ക് കുറവാണെങ്കിൽ ഇന്ന് ഞാൻ ഇത്രയും മാർക്ക് കയറ്റിയിട്ടുണ്ട്, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഒരാൾക്കും എന്ത് ചെയ്യാൻ പോകുന്നില്ല, കിട്ടാൻ പോകുന്നില്ല. ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾക്ക് അന്നിരിക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.